ഹലോ, നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നല്ല കേട്ടോ, 2 അച്ചാറ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള അച്ചാറൊക്കെ റെഡിയാക്കി വെക്കാൻ പോവാണ്. അതിന് ഞാൻ 1 കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. മാങ്ങയൊക്കെ അരിയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തത്. എനിക്കിങ്ങനെ ആക്കുന്നതാണ് ഇഷ്ടം. ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം. അപ്പോൾ ഇത്രയെല്ലാം സാധനങ്ങൾ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് നേരെ പാത്രം അടുപ്പത്തേക്ക് വെക്കാം. ആദ്യം തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് റെഡിയായിട്ട് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതും ഒന്ന് കളറ് മാറി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കുക കേട്ടോ. അച്ചാറിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനൊട്ടും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല. ജലാംശം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുകൊണ്ട് മറ്റ് കറികൾക്കൊക്കെ ചേർക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് മൂപ്പിച്ച് ബ്രൗൺ കളറാക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികളൊക്കെ ഇടാവുള്ളൂ. കണ്ടോ, കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ അച്ചാർ പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുത്ത് കേട്ടോ. മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് കിടന്നൊന്ന് തിളച്ച് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ അരപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഈ ടൈമിലൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. നമ്മുടെ ബീട്രൂട്ട് അല്ലെങ്കിൽ വാടിപ്പോകും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക. അരപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. അന്നേരം അതിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. ഇപ്പം തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴേക്കും വെന്ത് വറ്റി വരും കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ അച്ചാറൊക്കെ നല്ല വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റി അച്ചാർ റെഡി. ഇനി ഞാൻ കുറച്ച് അമ്പഴങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളകൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കളറ് മാറി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ അച്ചാർ പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഊറ്റി വെച്ച അമ്പഴങ്ങയുടെ വെള്ളമുണ്ടല്ലോ, ഉപ്പിലിട്ട വെള്ളം, അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ അമ്പഴങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരപ്പ് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്പഴങ്ങ ഇട്ട് കൊടുക്കുക. അതിനകത്ത് 2-3 റൂബിക്ക കിടപ്പുണ്ട്. ഞാൻ അന്നേ ഇട്ട് വെച്ചതാണ്. ഇതാണ് റെഡ് കളറിൽ കാണുന്നത്. ഇനി അമ്പഴങ്ങ നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ നിറയെ കടുക് പൊടിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുമാങ്ങയ്ക്കൊക്കെ ചേർക്കുന്ന പോലെ. കടുക് പൊടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യാനും പാടില്ല. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചാർ ഒന്നും കൂടെ ടേസ്റ്റി ആവും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ 2 അച്ചാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.